വെൽക്കം ടു ഇന്തോനേഷ്യ ഗൈസ്. അപ്പോൾ ഞാനുള്ളത് ജക്കാർട്ടയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്തോനേഷ്യയിൽ ജക്കാർട്ടയിൽ ഫസ്റ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ് അവരുടെ സ്റ്റാച്യു ഉള്ളൊരു പാർക്കുണ്ട്, നാഷണൽ പാർക്ക് ഇന്തോനേഷ്യയിൽ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്കൂൾ പിള്ളേർക്ക് വെക്കേഷൻ ടൈമിൽ സമ്മർ ടൈമിലൊക്കെ അവിടെ പോയിട്ട് ക്ലാസ് കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ഇന്തോനേഷ്യ. ഇതാണ് കേട്ടോ ആ പ്ലേസ്. പേര് കുറച്ച് വലുതായതുകൊണ്ട് വായിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മൊബൈലിലെടുത്ത് നിങ്ങൾക്ക് കാണിക്കുകയാണ്. അപ്പോൾ ഈ പ്ലേസിലേക്കാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത്. ഞങ്ങളെന്ന് പറയാനില്ല, ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ യാസിൻ വ്ളോഗ്, ഫിറോസ് ക, രതീഷേട്ടന് അവരെല്ലാം തിരിച്ച് ബാലിയിലോട്ട് പോയിട്ടോ. അപ്പോൾ അവർ ബാലിയിലെ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ ഞാനിവിടെ ജക്കാർട്ടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസം ഇവിടുത്തെ ജക്കാർട്ടയിലെ സിറ്റിയിലെ കുറച്ച് ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സിറ്റിയിലൂടെ വാക്കിംഗ് വേ ഉണ്ട്. അപ്പോൾ അവിടെ നടന്നുകൊണ്ട് പോയിരിക്കുകയാണ്. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഗോജക്ക് ഓൺലൈനിൽ കാറൊക്കെ ബുക്ക് ചെയ്തിട്ട് പോവാം. പക്ഷേ എനിക്കിവിടെ അടുത്താണ്, 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സിറ്റി ഒന്ന് കണ്ടുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇന്തോനേഷ്യയിലെ ഓട്ടോ റിക്ഷ, നമ്മളെ നാട്ടിലെ ഓട്ടോ. ഇവിടെ ഫുള്ള് ബ്ലൂ കളറാണ് കേട്ടോ ഇവിടുത്തെ റിക്ഷ. ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ഓ ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെ. എനിക്കപ്പോഴേ തോന്നി വല്ല ടാക്സിയും പിടിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾറെഡി കുറച്ച് നടന്ന് എത്താറായി. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ ടാക്സി ബുക്ക് ചെയ്യുന്നത്? ഈ സ്ട്രീറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ സൈക്കിൾ വണ്ടിയിൽ കോഫി, ടീ, ഡ്രിങ്ക്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ് ഇവിടെ. ഇവിടെ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ സ്വന്തമായിട്ട് ബിസിനസ്സാണ് കേട്ടോ, ചെറിയ ചെറിയ ബിസിനസ്സായിട്ട്. ഇവിടെ ഓട്ടോ ഭയങ്കര കുറവാണ്, കൂടുതലും ഉള്ളത് ബൈക്ക്, ഗോജക്കാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും പബ്ലിക് ഇതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സ്വന്തം വണ്ടി ഭയങ്കര കുറവാണ് ഇവിടെ. കുറവൊന്നല്ല, ഉണ്ട്, പക്ഷേ കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത് ഇവിടെ ടാക്സി ഇതുപോലത്തെ കാര്യങ്ങളാണ്. ഗൈസ്, അപ്പോൾ ഞാൻ ആ പാർക്കിൻ്റെ അടുത്തേക്ക് എത്തിട്ടോ. നടന്നിട്ട് ഒരു പരുവമായി. ഇതേ കണ്ടോ, ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇന്തോനേഷ്യയിൽ ഇന്നെന്തോ ഇവിടെ സ്പെഷ്യലുണ്ട്. ഇവിടുത്തെ ഫ്ലാഗൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസിന് മുമ്പിലൊക്കെ സ്കൗട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു ഞാനിവിടെ. അപ്പോൾ അവർക്ക് ഭാഷ മനസ്സിലാത്തതുകൊണ്ട് അവർക്ക് പറയാൻ പറ്റില്ല. ഇത് ഇവിടെ റാലിയൊക്കെ പോകുന്നുണ്ട്, പച്ചക്കൊടിയൊക്കെ വെച്ചിട്ട്. സംഭവം എന്താണെന്ന് അറിയില്ല, പക്ഷേ ആൾക്കൂട്ടൊക്കെ എന്തോ ഒരു ദിവസമാണെന്ന് ഇന്ന്. ഇവിടുത്തെ ഇന്തോനേഷ്യൻ്റെ എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആണിന്ന്. ഇത് ഇവരുടെ ഇന്തോനേഷ്യൻ ലാംഗ്വേജിൽ എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി വരുന്നത്. എന്തോ ഒരു സമരമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കുറച്ച് ആൾക്കാർ വണ്ടിയിലുണ്ട് മൈക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇവരതിൻ്റെ പിന്നിൽ റാലി പോവാണ്. അപ്പോൾ ഗൈസ് ഫൈനലി ഇതിൻ്റെ അകത്തേക്ക് എത്തിട്ടോ. ഞാൻ ഈ റോഡിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് അവർ റാലി നോക്കിക്കൊണ്ട് നേരെ മുമ്പിലൊക്കെ പോയതാണ്. പക്ഷേ ഈ പ്ലേസ് പാസ്സായത് ഞാൻ കണ്ടില്ല ഇവിടെ. അപ്പോൾ ഇവിടെ ഒരാളടുത്ത് ചോദിച്ചപ്പോൾ അവർ ആൾറെഡി പിന്നിലാണ്, അത് നീ ആൾറെഡി ക്രോസ് ചെയ്ത് വന്നെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ പ്ലേസ്. ഇവിടെ ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ എൻട്രി ആണ് ഇവിടെ. നല്ല മനോഹരമായ പാർക്കൊക്കെ ഇവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ.
റോട്ടിൽ നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്. ഇവിടെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇതിനകത്ത് ഇവർ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചതുകൊണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൾക്കാരും അങ്ങനെ കാണുന്നില്ല കേട്ടോ ഇവിടെ. വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് ഒഴിവ് സമയങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ഫ്രണ്ട്സിനൊക്കെ വന്നിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടുത്തെ പോലീസുകാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഇവരൊക്കെ ഫോറിനേഴ്സിനൊക്കെ ഇവർക്ക് ഇന്ത്യക്കാരെ ഭയങ്കര സ്നേഹമാണ് പൊതുവേ. പിന്നെ ഫോറിനേഴ്സിനെ കണ്ടാൽ ഇവർക്ക് റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലെ പോലെ, നാട്ടിൽ എല്ലാവരും അല്ല, ചില പോലീസുകാരുണ്ട്, ഫോറിനേഴ്സ് ആവട്ടെ ഇന്ത്യക്കാരനാവട്ടെ, കണ്ട ഒരു ചൊരിച്ചൽ അവർക്ക് പൊതുവെ കോമൺ ആണ് നാട്ടിൽ. എല്ലാവരും അല്ല, ചില പേര്. അതെനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നാട്ടിൽ. അപ്പോൾ ഇതുവഴിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. ഇവിടെ ഒരു സ്റ്റാച്ചുവിൻ്റെ മുകളിൽ ഒരു മിന്നലിൻ്റെ ഒരു സിമ്പിളുണ്ട്. പുതിയ തോർ ഫിലിമിലുണ്ട് ആ ഒരു സിമ്പിളാണ് അത്. മുകളിൽ ഇതേ അവിടെ കാണുന്നുണ്ടോ? ഇവർ തോർ ഫിലിം വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സിമ്പിൾ ഇവിടെ സ്റ്റാച്ചുവിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇവർ. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിസിറ്റർ ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ വേറെ ആരുമില്ല. ഞാൻ ഇവിടെ വരെ വന്നിട്ട് ഈ പ്ലേസ് കാണാണ്ട് പോകുന്ന മോശമല്ലേ? ഇന്തോനേഷ്യയിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു നാഷണൽ മൗണ്ട് അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒക്കെ സ്റ്റാച്ചു ഒക്കെ ഉള്ളൊരു പാർക്ക് കാണാതെ പോകുന്നത് ഒരു അത്ര നല്ല കാര്യമല്ല. ഇവിടുത്തെ ഇതുവരെ ചിലവ് ഇത് വന്നിട്ട് എല്ലാം കണ്ടിട്ട് പോവാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ദേ ഗൈസ്, ഇതാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ ഇരുന്നിട്ട് ക്ലാസ്സൊക്കെ എടുക്കുന്നത്, പബ്ലിക് ക്ലാസ്സൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഫോട്ടോസിലൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് ഒന്ന് ഇന്തോനേഷ്യൻ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, പിന്നൊന്ന് വൈസ് പ്രൈം മിനിസ്റ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൂഗിൾ അങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതാണ് ആ സാധനം, സ്റ്റാച്യു. ഇവിടെ ഇവരുടെ ലാംഗ്വേജിൽ, ഇന്തോനേഷ്യൻ ലാംഗ്വേജിൽ എന്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചിട്ട് കമൻറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ പിൻ ചെയ്യാം. ഇവിടെ പ്രത്യേകിച്ച് ഇത് മാത്രമേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. വേറെ അങ്ങനെ കാണാനൊന്നുമില്ല. പക്ഷേ നല്ല പാർക്കാണ്. ഇവർ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഇവിടെ സിറ്റി നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലാവട്ടെ, പാർക്കുകളുടെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആവട്ടെ, ഇവർ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്. ഇവിടെ വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ക്ലോസ് ആണെന്ന് തോന്നുന്നത്. ഓക്കെ, ഈ മരത്തിൻ്റെ ഇല കണ്ടിട്ട് ജാക്ക് ഫ്രൂട്ടിൻ്റെ മരമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ചക്കയുടെ മരം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതിൽ നാട്ടിൽ ഇതിനെ പറയും ജുംബിളി അല്ല, ഇത് ധാരപ്പുളി എന്ന് പറയും. ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഫോട്ടോ ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഫ്രൂട്ടിൻ്റെ മരം ഇങ്ങനെ ഇതുപോലെ തന്നെയാണ്. പക്ഷെ ഇതിൽ ഫ്രൂട്ടൊന്നും കാണുന്നില്ല കേട്ടോ. അവിടെ അങ്ങോട്ടൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അവിടെ. ഇത് ഇവരുടെ ഗസ്റ്റ് ഹൗസാന്ന് തോന്നുന്നു, ഗവൺമെൻറ്റിൻ്റെ. ഇവിടെ കാണുന്നത് ഇവിടെ ഇത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇവിടെ കാണാനെന്ന് പറയാൻ വേറെ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു പാർക്കാണ് ഇത്. ഇവിടെ സിറ്റിൻ്റെ നടുക്ക് വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക്, ഫാമിലി ആയിട്ട് വന്നിട്ട് ടൈം പാസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്തോനേഷ്യയിൽ നിങ്ങൾ വന്നാൽ ഇങ്ങോട്ടേക്ക് വരാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ചാനലിന് സപ്പോർട്ട് നല്ല
അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഓക്കെ, പുതിയൊരു വീഡിയോയിൽ, ഇന്തോനേഷ്യയുടെ പുതിയൊരു നല്ലൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. വീണ്ടും ബൈ ബൈ.